ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമുക്ക് സ്റ്റോറി പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി സ്റ്റോറി പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ടു യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലോട്ട് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ആപ്പിൾ ഐഫോണിലും ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഗാലറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പം ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇതുപോലെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എഡിറ്റിംഗ് നടത്താവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ടെക്സ്റ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ ബട്ടൺ കൊടുക്കുക. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ലൊക്കേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. വേറെ ആരെങ്കിലൊക്കെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മ്യൂസിക് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ ഇവിടെ സെപ്പറേറ്റ് ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിൽ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് ആഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരച്ച് വെക്കാവുന്നതാണ്. എന്തായാലും ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോറി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് യുവർ സ്റ്റോറിയും ഒന്ന് ക്ലോസ് ഫ്രണ്ട്സും. ഇപ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രം ഈ ഒരു സ്റ്റോറി കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിനുശേഷം അവർക്ക് മാത്രമേ ഈ സ്റ്റോറി കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് യുവർ സ്റ്റോറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഇപ്പോൾ പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.